സുന്ദരനും സൗമ്യനും, കേൾക്കുന്നില്ല, സുന്ദരനും സൗമ്യനും വിദ്യാസമ്പന്നനും. എനിക്ക് ഇതുവരെ നെഗറ്റീവായിട്ടൊന്നും പറയാൻ കിട്ടിയിട്ടില്ല. ഞങ്ങൾ നാട്ടുകാരാണ്, അങ്കമാലി ആലുവ. എൻ്റെ ജന്മസ്ഥലം ആലുവാണ്. അടുത്ത റോജിക്കറിയാം. അപ്പോൾ റോജി മന്ത്രിയപ്പ യഥാർത്ഥത്തിൽ വളരെ സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അതിന് കാരണങ്ങൾ ഞാൻ റോജിയോട് പറയുകയും ചെയ്തു ഫോണിൽ വിളിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി MESൻ്റെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സൈഡിലെ വേദിയിൽ വരുന്നത്. അദ്ദേഹത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ജീസസ് ഓഫ് നാസറത്ത് മുൾക്കിരീടം അണിഞ്ഞ് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ബെസ്റ്റ്. താങ്കൾ കുറച്ച് നിനക്ക് ഭാഗ്യവാനാണ്. ഒരു ET മുഹമ്മദ് ബഷീർ മന്ത്രിയായിരുന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസം, മറ്റേ സ്കൂൾ വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഇത് മൂന്നും കൂടെ ഒരുമിച്ചായിരുന്നു. എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾക്ക് അറിയാതെ. അത് പിന്നെ പിന്നീട് മാറ്റി മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള മാതിരി മെഡിക്കൽ വിദ്യാഭ്യാസം ഇപ്പം മുരളീധരൻ്റെ കയ്യിൽ, ഉന്നത വിദ്യാഭ്യാസം റോജിയുടെ കയ്യിൽ, മറ്റേ പ്രാഥമിക വിദ്യാഭ്യാസം ശംസുദ്ദീൻ്റെ കയ്യിൽ. നല്ലൊരു നീക്കമാണ് നടത്തിയത്. കാരണം ഒരാളെ കൊണ്ടൊന്നും ഇത് താങ്ങാൻ പറ്റില്ല. കാരണം ഇത് വന്നപ്പോൾ തന്നെ റോജിക്കറിയാം, തൊട്ടപ്പോൾ മനസ്സിലായി ഇത് പൊള്ളുന്ന സംഭവമാണ്. കാരണം എന്തുകൊണ്ടാണ്? തലമുറകളായിട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. എയ്ഡഡ് മേഖലയിലെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. സ്കൂളിലെ വികലാംഗർ തൊട്ടിട്ട് 1:1 അറിയാലോ, അത് പരിഹരിച്ചിട്ടില്ല. 1:1 വലിയ പ്രശ്നമാണ്. കാരണം ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻ്റ് രീതിയിലാണ് ഈ സ്കൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വന്നിട്ട് എന്താണ് നമ്മുടെ ഡിവിഷൻ ഫോൾ ഉണ്ടാകുമ്പോൾ പ്രൊട്ടക്റ്റഡ് ടീച്ചർമാരുടെ പ്രശ്നമുണ്ട്. അത് ഇപ്പുറത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളുണ്ടെന്ന് വിചാരിച്ചോ, അവരാരെയും ഒറ്റ കുട്ടിയൊന്നും ഡിവിഷൻ ഫോളില്ല. അവർ പുതിയ ഡിവിഷൻ ഉണ്ടാക്കുമ്പോൾ അവരുടെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുകയാണ് ഡിവിഷൻ ഫോൾ വരുത്തി വെച്ചിട്ടുള്ള സ്കൂളിലെ കുട്ടികൾ, അല്ല ടീച്ചർമാരാണ്. ടീച്ചർമാർ തെറ്റ് ചെയ്തിട്ടില്ല. മുൻപേ ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാലോ, പല കാര്യങ്ങളുണ്ട്. അതിൽ കുട്ടികളിപ്പോൾ കുട്ടികളുടെ എണ്ണം കുറവാണെന്നുള്ളതും അങ്ങനെ മോശപ്പെട്ട കാര്യമായിട്ടില്ല ഞാൻ പറഞ്ഞു. ഡിവിഷൻ പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ ഇപ്പുറത്ത് വരുമ്പോഴത്തേനും ഇപ്പം തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റിന് വിരുദ്ധമായിട്ട് കോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അധ്യാപകരെ തരണ്ടേ? ആ അധ്യാപകർക്ക് സ്ഥിരത വേണ്ടേ? അതെല്ലാം അന്നത്തെ പ്രശ്നം. അന്ന് റോജിക്ക് ഓർമ്മ ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ. അന്ന് റോജി ജനിച്ചു കാണില്ല എന്ന് ഞാൻ. കാരണം 1972 ഡയറക്റ്റ് പേയ്മെൻറ്റ് അഗ്രിമെൻറ്റ്. ഇല്ലല്ലോ, ഇല്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. വലിയൊരു വിദ്യാർത്ഥി സമരം. ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നു. അന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ. VM സുധീരനാണ് KSU പ്രസിഡൻറ്റ്. ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയാണ്. ഇതാണ് എൻ്റെ ഓർമ്മ വെച്ച് പറയുകയാണെ. വലിയൊരു സമരം നടക്കുകയാണ്. എന്താണ്? ഈ MESൻ്റെ കോളേജുകളടക്കം എല്ലാ കോളേജുകളും അന്ന് സ്വയാശ്രയ കോളേജുകളാണ്. അവർക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. വിദ്യാർത്ഥികൾ ഫീസ് അടക്കണം. അങ്ങനെ വിദ്യാർത്ഥികളൊരു പ്രക്ഷോഭം KSU അപ്പുറത്ത് നടത്തുന്നു, അധ്യാപകരൊരു പ്രക്ഷോഭം നടത്തുന്നു. ആർക്കെതിരായിട്ട്? അന്ന് SFI ഇല്ല. സമരം നടത്തുന്നത് KSU ആണ്. ആർക്കെതിരായിട്ട്? UDFനെതിരായിട്ട്. അച്യുതമേനോൻ മുഖ്യമന്ത്രി. അങ്ങനെ വലിയ പ്രശ്നം ഒരുപാട് കാലം നടന്നു കഴിഞ്ഞാൽ വലിയ സമരമൊക്കെ നടന്നു. അപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ യഥാർത്ഥത്തിലൊരു KSUക്കാരനാണ്. അപ്പം അന്ന് KT ജോസഫും PT തോമസും കൂടെ വന്നിട്ട് പറഞ്ഞ് മെഡിക്കൽ സെൽ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ചെയർമാൻ. ഇതൊക്കെ സത്യം ചെയ്ത് പറയണം. രണ്ടുപേരും മരിച്ചുപോയി, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഞാൻ സമരത്തിന് പോകും. എൻ്റെ കോളേജ് ഞാൻ മലബാർ. പിന്നൊരു കാര്യം, ഞാൻ പഠിച്ചത് ക്രിസ്ത്യൻ സ്കൂളുകളിലാണ്. സെൻറ്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ, മലബാർ ക്രിസ്ത്യൻ കോളേജ്. അപ്പോൾ സഭയിൽ ഇൻവോൾവാണ്. സഭയും MESഉം SNDPയും NSSും ഒരു ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്ത് KSUവും യൂത്ത് കോൺഗ്രസും ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാപ്പ വീട്ടിൽ നിന്ന് എന്നെ കാണാതെ പോവില്ല. ഞാൻ സിനിമാ പ്രേമിയോണ്ട് ഞാൻ സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ ഞാനിതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഗഫൂർ ഡോക്ടർ ഇതിലൊരു മധ്യസ്ഥനാണല്ലോ, MES ഉള്ളതുകൊണ്ട്.
അങ്ങനെ ഒരു ഒത്തീർപ്പിൽ വരെയാണ്. ആ ഒത്തീർപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% വിദ്യാർത്ഥികളെ മെറിറ്റ് പ്രകാരം പഠിപ്പിക്കണം. ഫീസ് വാങ്ങാൻ പാടില്ല. അപ്പോൾ ഒരു ചോദ്യം വന്നു, പിന്നെ അധ്യാപകരുടെ ശമ്പളം എങ്ങനെ കൊടുക്കുന്നു? അത് കൊടുക്കുന്ന വഴി നിങ്ങൾക്കറിയാലോ. അത് ഞാൻ പറയുന്നു, റോജിക്കറിയാതെ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് പേയ്മെൻറ്റിന് കൃത്യമായിട്ട് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് മുൻപത്തെ ഗവൺമെൻറ്. എന്താണ് എടുത്തിരിക്കുന്ന തീരുമാനം? അധ്യാപകരെ ടെമ്പററി ആയിട്ട് നിശ്ചയിക്കുക, അവർക്ക് ടെമ്പററി ആയിട്ട് സാലറി കൊടുക്കുക. 5 കൊല്ലത്തേക്ക് നിങ്ങൾ നടത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാൻ, എന്ത് കാണാമെന്ന് പറയുന്നില്ല എന്നേ. അവരപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറയുന്നില്ല, അവരപ്പോയിൻ്റ് ചെയ്യുമെന്ന് പറയണം, അപ്പോയിൻ്റ് ചെയ്യണം. കാരണം അവരോട് ചെയ്യുന്ന അന്യായം കൂടെയാണ്. പിടിയിട്ടില്ല. ഇപ്പം അതിൻ്റെ ഒരു ബാക്കി പത്രപ്പ് വന്നല്ലോ, ഇപ്പം കോഴ്സ് കൊടുത്തല്ലോ ഇന്നലെ എയ്ഡഡിൽ ഇത് തന്നെ സംഭവം. അവർ ടെമ്പററി ശമ്പളത്തിന് നിൽക്കണം. അല്ല, സമ്മതിച്ചു, അതെ അല്ല. പക്ഷെ അന്നേരം കുറച്ച് നിങ്ങൾ കൊടുത്തിപ്പോൾ അതിന് ശേഷം എല്ലാവരും കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടി വന്നു. കാരണം കുറച്ച് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ നമ്മൾ പറഞ്ഞ മാതിരി, നമ്മൾ എന്താണ് പറയണത്, മറ്റേ ശ്രീമാതിരി, എനിക്ക് പത്മശ്രീ എന്ന് ഓർമ്മ പറഞ്ഞു, അത് പി എം ശ്രീയും ബക്കവും ബോർഡും ഒക്കെ മാതിരി അതിസങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത്ര എളുപ്പത്തിലൊന്നും സോൾവ് ചെയ്യാൻ പറ്റൂല. കാരണം ഇത് LDF UDF പ്രശ്നമൊന്നുമല്ല, അതിൽ കേന്ദ്ര ഗവൺമെൻറ് മുകളിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അധ്യാപകരുടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ മാനേജ്മെൻറ്റ്, ഞങ്ങളെ മാനേജ്മെൻറ്റ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണം. കാരണം 3 കൊല്ലം ഉണ്ടായിരുന്ന ഡിഗ്രി 4 കൊല്ലമായി. അപ്പോൾ പുതിയ ക്ലാസ് റൂം കെട്ടണം. കുട്ടി ഫീസില്ലാതെ പഠിക്കുന്നു എന്നുള്ളത് അല്ല. അതിന് അപ്പുറത്തെ വർഷം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്താ, ഇതൊന്നും അല്ല കേട്ടോ, രോജി വിചാരിച്ചതല്ല. ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. ഈ എയ്ഡഡ് ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങളിവിടെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയില്ലേ, 5 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയില്ലേ, 17 ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഞങ്ങൾ ഉണ്ടാക്കി, എല്ലാം സ്വയാശ്രയൽ. ഈ കോളേജ് അടക്കം ഇവിടെ 1200 കുട്ടികൾ പഠിക്കുന്നുണ്ട്, 1500 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു അധ്യാപക അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ നടത്തിയിട്ടില്ല. അപ്പോൾ അധ്യാപക അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ, ഞാൻ പറഞ്ഞ മറ്റു തരത്തിലുള്ള അധ്യാപക അപ്പോയിൻമെൻറ്റ് അതില്ലാതെ തന്നെ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തല്ലോ, പിടിയിട്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മറ്റൊരുക്കൊന്നും ഒന്നും അനങ്ങാൻ പറ്റുന്നില്ല. NSSന് SNDPക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അവരന്ന് മുന്നോട്ട് വന്നില്ല. ഞങ്ങളത് ഡീൽ ചെയ്തു, പിടിയിടുക. ഞങ്ങൾ സ്വയാശ്രയിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഞങ്ങളെ മെഡിക്കൽ കോളേജിൽ തന്നെ 200 സീറ്റ്. അതും കൂടെ പറയാനുണ്ട് റജി. യഥാർത്ഥത്തിൽ സഭയല്ല ആദ്യത്തെ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളാണ്. എന്തുകൊണ്ടാണെന്ന് പറയാം, സഭ ജൂബിലിയും അമലയൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്, പുഷ്പഗിരിയൊക്കെ. ഞാൻ പോയിട്ട് ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം ഞാൻ തന്നെ പറയണമല്ലോ. അതായത് ഞാൻ പോയിട്ട് അല്ലേ, അത് LMESകാർക്ക് അറിയാം, ഈ കോളേജ് ഉണ്ടാക്കിയതിന് പിന്നിൽ ഞാൻ തന്നെ. അതുകൊണ്ടാണ് അതല്ല പറഞ്ഞു. ഞാനൊരു റബ്ബർ തോട്ടം വാങ്ങിച്ചു, 1,80,00,000 രൂപ അത്രയായിട്ടു. 72 ഏക്കർ ഭൂമി വാങ്ങിച്ചു. അതിൽ പുതിയതായിട്ട് MESകാർക്കൊക്കെ അറിയാലോ. അതുകൊണ്ടല്ല അവരെന്നെ 6-7 തവണ എലക്ട് ചെയ്യണം. പിന്നെ അല്ലാതെ തിരുമറി മാനിപ്പുലേഷൻ ഒക്കെ നടത്തിയ ചില ആൾക്കാർ നടത്തുന്നത് യാതൊരു മാനിപ്പുലേഷനും ഇതിലില്ല. റോജിക്ക് അറിയാമെന്ന് പറഞ്ഞോട്ടെ, 10-15,000 മെമ്പറുണ്ട് ഞങ്ങൾ കേട്ടോ. ചിലർക്കൊക്കെ വിചാരമുണ്ട്. അതെ റോജിക്കെല്ലാം അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മറ്റേത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ട്രസ്റ്റല്ലേ ഞങ്ങൾ. ഞങ്ങളിതെല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും വലിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ ഇരിക്കുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജ് 5 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കി. ഇത് കേട്ടോ രോജി, ഞങ്ങൾക്ക് FCRA വേണ്ട, ഞങ്ങൾ ഒരു പൈസയും വാങ്ങിച്ചിട്ടില്ല. ഫോറിന് ഞങ്ങൾക്ക് ഒരു ഡൊണേഷനും ഇല്ല. ഇനി അടുത്ത് പറയാം, ഞങ്ങളുടെ അസറ്റ് കാൽക്കുലേഷൻ 15,000 കോടിയാണ്. കാരണം ഈ നിങ്ങൾ 35 കോളേജ് കൂട്ടിയാൽ തന്നെ അന്നത്തെ ഇപ്പോഴത്തെ കോളേജല്ല, അന്ന് 25 ഏക്കർ വേണം കോളേജുകൾക്ക്. അതിൽ ഞങ്ങളുടെ കടം വെറും 22 കോടിയാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എത്ര കറക്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ എന്ത് പുതിയ സംഭവം വന്നാലും ഞങ്ങൾ റെഡിയാണ്. ഓട്ടോണോമസ് മറമ്പള്ളി പോയതാണല്ലോ, 4 ഓട്ടോണോമസ് കോളേജ്, 5ാമത്തെ ഇപ്പോൾ വരും, 7 ഓട്ടോണോമസ് കോളേജ്. പിന്നെ ചില കാര്യങ്ങൾ അത് രോജിയുമായിട്ടൊക്കെ നമ്മൾ നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. യൂണിവേഴ്സിറ്റിയുടെ കാര്യം, അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വേണോ, ഡീംഡ് യൂണിവേഴ്സിറ്റി വേണോ, ഡീം ടു ബി യൂണിവേഴ്സിറ്റി വേണോ, ഇതെല്ലാം സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഞങ്ങൾ സർക്കാർ പറഞ്ഞ കേൾക്കും.
കോൺഫ്രണ്ടേഷൻ ഇല്ല, അടുപ്പ സിദ്ധാന്തം. പിന്നെ ഇവിടെ കയറണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ പെർമിഷൻ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് കയറി വരാം, നിങ്ങൾക്ക് ഇറങ്ങിപ്പോ. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ഈ സെറ്റപ്പുകൾ വരുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള വലിയൊരു പ്രശ്നമാണ്. കാരണം ഇത് അഫിലിയേറ്റിംഗ് യൂണിവേഴ്സിറ്റി ആയിട്ടാണോ വരാൻ പോണത്, അതോ ഒരു സിംഗിൾ ക്യാമ്പസിലെ യൂണിവേഴ്സിറ്റി ആയിട്ടാണോ വരാൻ പോണത് ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. വലിയൊരു പ്രശ്നം പറഞ്ഞുതരാം. ഇപ്പോൾ ജോജി, നിങ്ങൾ പഴയ മാതിരി അല്ലാന്നേ, മുകളിലൊരു പഹയനിരിക്കുന്നത്, അത് തട്ടുംപുറത്ത് അച്യുതൻ, അതല്ല. ഇന്നലെ നിയമം പാസ്സാക്കി സർക്കാരിൻ്റെ NOC വേണ്ടാന്ന് CBSE സ്കൂളിൽ. CBSE സ്കൂളിൽ ഹിന്ദി പഠിപ്പിക്കണം ഇന്ന ലെവൽ വരെ. PM ശ്രീയുടെ എന്താ അപകടം? PM ശ്രീയുടെ അപകടം ഇതാണ് ഇവർ വരുന്നത്. അപ്പോൾ എല്ലാ നിലക്കും വലിയ തോതിൽ ഇപ്പോൾ തന്നെ MBBSൻ്റെ കാര്യം എടുക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാം, അതല്ല ഇങ്ങനെ നീണ്ടുപോകും. രോജി, ഞാൻ ഈ നീറ്റ് വന്നപ്പോൾ ഞാൻ എതിർത്താണ്. എതിർത്തതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിച്ചതാണ് ചെറുപ്പത്തിൽ. MBBS പരീക്ഷയ്ക്ക് വെന്റിലേറ്ററിനുള്ളിലൂടെ സ്ലിപ്പ് വരെയാണ് കയറ് കെട്ടിയിട്ട്. ആ കയറ് പേപ്പറാണ്, മനസ്സിലായില്ലേ? നീറ്റ് പരീക്ഷയ്ക്ക് സ്ലിപ്പ് വരെയാണ്. ഒരു സംഭവം പറയാം. എൻ്റെ അളിയൻ പാസ്സായി, ഫൈനൽ ഇയർ പാസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരെ പെട്ടെന്ന് ഒരു ആൾ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, "कहाँ जा रहे हैं निसार साहब?" मैंने मैं घर जा रहा हूँ, वापस हो गया पढ़ाई। नहीं आप नहीं जाएंगे, कल हमारा फाइनल एग्ज़ाम है. മൂപ്പര് പിടിയിട്ടില്ല. और कल അവരുടെ ഭാഷയിൽ വൈബ എന്നാണ് പറയുന്നത്, വൈബ. कल वैवा है और हमारे बदले में आप अपियर हो जाएगा. ഇത് MBBS എക്സാം, ഫൈനൽ ഇയർ എക്സാമിനേഷൻ ഇതാ നടക്കുന്ന അവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് തൊട്ട് എതിർത്തിരുന്നു 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് നോർത്ത് ഇന്ത്യയിലെ കോപ്പടിയും അഴിമതിയും ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കാണുന്നുണ്ട്. രണ്ടാമത് ഞാൻ എതിർത്തെന്ന് വെച്ചാൽ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞിട്ടാണ്. എന്തിന്? ഇവിടെ മലപ്പുറത്തുള്ളൊരു പെൺകുട്ടി എന്തിന് ആസമിൽ പോയി പഠിക്കണം? പണ്ടുണ്ടായിട്ടില്ലല്ലോ. വെറുതെ ഓൾ ഇന്ത്യ കോട്ട. എല്ലായിടത്തും മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ ഇപ്പോൾ. പണ്ട് മെഡിക്കൽ കോളേജ് ഇല്ലാത്ത സംസ്ഥാനങ്ങളെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പം എല്ലായിടത്തും. ഈ കുട്ടികൾ കഷ്ടപ്പെട്ട് 6 കൊല്ലം അവിടെ പോയി. മൂന്നാമത്തെ പ്രശ്നം, നീറ്റ് പരീക്ഷയുടെ മുകളിൽ ചാൻസിന് ഒരു ഇത് വെക്കണം. കാരണം ഞങ്ങളുടെ കോളേജിൻ്റെ പറഞ്ഞുതരാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായത് ഓൺലി 10%, സെക്കൻഡ് അറ്റംപ്റ്റിൽ 30, തേർഡ് അറ്റംപ്റ്റിലാണ് 50% പാസ്സാവുന്നത്. പിന്നത്തെ 20% പാസ്സാവുന്നത് 4th and 5th അറ്റംപ്റ്റിലാണ്. അതിൻ്റെ അർത്ഥം 18 വയസ്സായുള്ളൊരു പെൺകുട്ടി, ഞങ്ങൾ 17 പഠിച്ചത്, ഇത് 18 വയസ്സാണ്. പിന്നെ 4 അറ്റംപ്റ്റ് ചെയ്ത് 22, പിന്നെ 6 26, പിന്നെ MD 30, DM ഞങ്ങളുടെ DE 34. ഇതൊക്കെ ഇപ്പോൾ നല്ലൊരു സന്ദർഭമാണ് ഈ നീറ്റ് ഒന്ന് വിദ്യാഭ്യാസ മന്ത്രി ഇരുന്നത് പഠിച്ചിട്ട് അതിന് കുറച്ചൊരു പരിഹാരം, ഞാൻ പറഞ്ഞ പരിഹാരങ്ങളല്ല ഞാൻ പറഞ്ഞത്, ഇത് പരിഹാരങ്ങൾ കാണേണ്ട ഒരു സമയമാണ്. അതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു.